അങ്ങനെ റിയാസ് സലീം പ്ലേറ്റ് മാറ്റി രാജ്യസ്നേഹിയായി മാറി സുഹൃത്തുക്കളെ. പക്ഷെ അഖിൽ മാരാർ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് പതിവ് പോലെ റിയാസ് സലീമുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്, മറ്റൊന്ന് അഖിൽ മാരാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. രണ്ടിപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ വിഷയവുമായി റിലേറ്റഡ് ആണ്. അഖിൽ മാരാറിന്റെ വിഷയം കുറച്ചധികം സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് റിയാസ് സലീമിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതിന് എയറിലാവുകയും പിന്നീട് ഒരു സ്ത്രീ റിയാസിനെതിരെ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഇനി ആരും അറിയാൻ ബാക്കി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനിലെ കുട്ടികളടക്കമുള്ള സാധാരണക്കാരെ കൊന്നെന്ന വ്യാജ വാർത്ത റിയാസ് ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും റിയാസ് അടഞ്ഞു പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ആശാൻ ഇന്നേ വരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് മാപ്പ് പറച്ചിലൊക്കെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ റിയാസിന് അറിയാലോ, മാപ്പും കോപ്പൊന്നും റിയാസ് പറയൂല. സ്വന്തം തെറ്റ് ഒരിക്കലും സമ്മതിച്ചു തരാത്ത ഒരു അരഗന്റ് ആയ ക്യാരക്ടറാണ് റിയാസിന്റെ. ബിഗ് ബോസ് തൊട്ടേ നമ്മളത് കാണുന്നതാണ്. പക്ഷെ മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിലും നിലവിൽ താനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളോട് റിയാസ് പ്രതികരിച്ചിട്ടുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് റിയാസ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചുതരാം. Over the past days, I have witnessed a wave of reactions to something I shared. Some even called me anti-national. That truly hurts. I spoke from a place of concern, not contempt. My words were about valuing human life, questioning violence, and holding on to hope for a more peaceful tomorrow. Never disrespecting. I love this country deeply and would never stand against it. Emotions can be misread and words can be twisted. For anyone who doubts where my heart lies, I stand with India. I stand with peace, and I stand with the brave men and women who protect this nation. With the news of ceasefire today, my heart feels lighter. This is more than just a political post. It's a flick of hope between two nations with over 4,000 years of shared roots. Let's not waste it. Jai Hind, Riyaz Salim. സംഭവം മനസ്സിലായല്ലോ. എന്റെ മനസ്സെന്നും രാജ്യത്തിനൊപ്പമാണ്. ഞാൻ വയലൻസിനെ എതിർക്കുന്ന ഒരാളാണ്. യുദ്ധത്തിനെതിരെയുള്ള എന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുകയാണ് ഉണ്ടായത്. പലരും രാജ്യദ്രോഹി എന്ന് വരെ എന്നെ വിളിച്ചു. അത് നന്നായി വേദനിച്ചു. ഞാൻ എന്നും ഇന്ത്യക്കൊപ്പമാണ്, സമാധാനത്തിനൊപ്പമാണ്, ഈ രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്നവരോടൊപ്പമാണ്. രണ്ട് രാജ്യങ്ങൾക്കിടയിലും സമാധാനം പുലരട്ടെ. ഇത്രയും കാര്യങ്ങളാണ് റിയാസ് പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. വ്യാപകമായി ഹെയ്റ്റ് വന്നപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. എന്നാലും അറ്റ്ലീസ്റ്റ് ആ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനെങ്കിലും മാപ്പ് പറയാമായിരുന്നു. റിയാസ് അല്ലേ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും റിയാസിന്റെ പ്രശ്നം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി അഖിൽ മാരാറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. എല്ലാവരും വെടിനിർത്തൽ നിലവിൽ വന്നതിൽ സന്തോഷിച്ചിരുന്നതാണല്ലോ. എന്നാൽ അഖിൽ മാരാർക്ക് വെടിനിർത്തൽ പരിപാടി ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായില്ല. ആശാൻ ഇതൊരു വലിയ യുദ്ധമായി മാറുന്നത് കാണാനാണ് താല്പര്യം. ഇന്ത്യൻ ആർമി പാകിസ്ഥാനെ മൊത്തത്തിൽ തകർക്കുന്നത് സ്വപ്നം കണ്ടിരുന്ന അഖിൽ മാരാർക്ക് പെട്ടെന്നൊരു ദിവസം വെടിനിർത്തൽ വന്നപ്പോൾ, അതും അമേരിക്ക ഇടപെട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ തീരെ അങ്ങ് പിടിച്ചില്ല. ആശാൻ നരേന്ദ്രമോദിയെയും ഇന്ത്യയും വിമർശിച്ചുകൊണ്ട് കുറെ പ്രബന്ധങ്ങളും വീഡിയോകളും അങ്ങ് ചെയ്തു. നട്ടലില്ലാത്ത പ്രധാനമന്ത്രി എന്നുള്ളതാണ് അഖിൽ മാരാർ നരേന്ദ്രമോദിയെ പരോക്ഷമായി വിശേഷിപ്പിച്ചത്. ഇതൊക്കെ കാണുന്ന സംഘികൾക്ക് സഹിക്കുമോ എന്തോ. അങ്ങനെ ഇത്രയും കാലം അഖിൽ മാരാറിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആയിരുന്ന സംഘികൾ തന്നെ ഒടുവിൽ ഇപ്പൊ അഖിൽ മാരാർ എടുത്ത് ഏറിക്കയറ്റി. മാരാറുടെ ഒക്കെ ഒരു യോഗം നോക്കണം. അപ്പൊ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നമുക്ക് അഖിൽ മാരാർ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് കേട്ട് നോക്കാം. പ്രിയമുള്ളവരെ നമസ്കാരം. എന്നും എൻ്റെ രാജ്യത്തിന്റെ പേരിൽ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഭാരതം എന്ന് പറയുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കവി പാടിയതുപോലെ ഭാരതം എന്ന് പറയുമ്പോൾ സ്വയം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എൻ്റെ രാജ്യത്തിനും എൻ്റെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും വേണ്ടി അഭിമാനം കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണയും സംഘിവിളി കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നു. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് കണക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ? നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത്? ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല? അങ്ങനെ കഴിയാത്തടത്തോളം കാലം, അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു. അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും. ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല, അവരെടുത്ത തീരുമാനങ്ങൾ കൊണ്ടാണ്.
ആരുമില്ലാതിരുന്നൊരു സമയത്ത്. ഓഹ്, അങ്ങനെ വരട്ടെ. ഇത്രയും കാലം സംഘികളെ താങ്ങി നടന്ന അഖിൽമാരാർക്ക് പെട്ടെന്ന് എവിടുന്ന് ഇന്ദിരാ സ്നേഹം പൊട്ടിമുളച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി കോൺഗ്രസ് വരെ സീറ്റും ഓഫർ ചെയ്തോ? അല്ല, അറിയാത്തോണ്ട് ചോദിച്ചു പോയതാണ്. അല്ലെങ്കിലും സംഘികൾ എന്ത് വൃത്തികേട് കാണിച്ചാലും അതിനൊക്കെ ന്യായീകരിച്ച് നടന്ന മനുഷ്യനാണ്. നരേന്ദ്രമോദി മാസ് ഇടാ എന്ന് 4 നേരം പറഞ്ഞു നടന്ന മനുഷ്യനാണ്. മാരാരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സംഘികൾ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുമായിരുന്നു. എനിക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിരിക്കണ്. ഇവന്റെ ഫാൻസിൽ ഭൂരിഭാഗവും സംഘികളായിരുന്നു. അഖിൽമാരാരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു മലക്കം മറിച്ചിൽ ആരും പ്രതീക്ഷിച്ച് കാണില്ല. അതും ഒരുവിധം എല്ലാവരും സ്വാഗതം ചെയ്ത് വെടിനിർത്തലിനെതിരെ സംസാരിച്ചുകൊണ്ട് അഖിൽ രംഗത്ത് വരുമെന്ന് ആരും വിചാരിച്ചു കാണില്ല. അമേരിക്ക ഇടപെട്ട് പ്രശ്നം തീർത്തതിൽ അഖിൽമാരാർക്ക് എന്തിനാണ് ഇത്ര ചൊറിച്ചിലെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. 2 രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ ഇടപെടുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ഒക്കെ സാധാരണയാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഫലം കണ്ടില്ല. അതുപോലെ അമേരിക്ക ഇവിടെ ഇടപെട്ടു. നമ്മളൊരു യുദ്ധം ആഗ്രഹിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് എന്നെ വെടിനിർത്തലിന് സമ്മതിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യേണ്ടിയിരുന്നത്? കിട്ടിയ അവസരത്തിൽ പാകിസ്ഥാൻ അങ്ങ് ഇല്ലാതാക്കണമെന്നാണോ അഖിൽമാരാർ പറയുന്നത്? അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല അഖിലെ. തലയ്ക്ക് വെളിവില്ലാത്ത സർക്കാരും സിസ്റ്റവുമാണ് പാകിസ്ഥാനിലുള്ളത്. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാണെങ്കിൽ ഇത്രയും കാലം നമ്മൾ കെട്ടിപ്പൊക്കിയതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ചാരമായി മാറും. വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് യുദ്ധം ഒഴിവാക്കാമെന്ന തീരുമാനത്തിലേക്ക് ഭരണാധികാരികൾ എത്തിയതെന്ന് മനസ്സിലാക്കണം. എന്തായാലും ബാക്കി കൂടി പറഞ്ഞാട്ടെ. അമേരിക്ക ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത് വരൂ, ഞങ്ങൾ അവിടെ അറബിക്കടൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് അമേരിക്കൻ നാവികസേനയ്ക്ക് മെസ്സേജ് അയച്ച ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ ആയിട്ടുള്ള തീരുമാനം. അവരൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയുടെ സൈനികരെ കൊന്നു എന്ന വാർത്ത അവരിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഇന്ത്യ ഡിക്ലെയർ വാർ അഗൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി. ബംഗ്ലാദേശിലുള്ള ആൾക്കാർ പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത, പിന്നീട് റഷ്യ പിന്തുണച്ചോ ഇല്ലെന്നുള്ളതല്ല, നമ്മുടെ അടുത്തേക്ക് ആര് പിന്തുണ ഉണ്ടാവത്തില്ലോ നോക്കിയിട്ടല്ലോ തീരുമാനമെടുത്തത്. തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആത്മാഭിമാനം വേണം, ചങ്കുറപ്പ് വേണം. ആ ചങ്കുറപ്പ് നരേന്ദ്രമോദിയെക്കാളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് ഇന്നത്തെ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഇതിനു മുൻപ് സൈനികർ കൊല്ലപ്പെട്ടു, ഉറിയിലും പത്താംകൂട്ടിലും. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നമ്മൾ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഇന്ത്യയുടെ മേളിൽ എടുക്കണമെങ്കിൽ അവൻ പല പ്രാവശ്യം ചിന്തിക്കണം. ഇന്ത്യ പോലൊരു രാജ്യത്തിനോട് ഞങ്ങൾ ഇനിയൊരു യുദ്ധം ചെയ്യണോ വേണ്ടയോ, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരന്റെ ശരീരത്തിൽ തൊടണോ വേണ്ടയോ എന്നൊരു തീരുമാനം പാകിസ്ഥാൻ പലതവണ ആലോചിച്ച് വേണം എടുക്കാൻ. പക്ഷേ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അവൻ ഒരു രീതിയിലും ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല. ശരി, ഇത് നല്ല കഥ. പാകിസ്ഥാൻ ഭയപ്പെടാത്തതിന് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാവുന്നതല്ല നമ്മൾ ചെയ്തില്ലേ? എന്നിട്ടും അവർക്ക് ഭയപ്പെടാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭയം തോന്നണമെങ്കിലും വേണ്ട ഇത്തിരി ബുദ്ധി. അതാണ് ഞാൻ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. സ്വന്തം ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഭരണാധികാരികളാണ് അവിടെ ഉള്ളത്. യാതൊരു എത്തിക്സും ഇല്ലാത്തൊരു രാജ്യം. അങ്ങനെയുള്ളവർക്ക് ആരെയും പേടി ഉണ്ടാവില്ല. അതിനിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവിടുത്തെ സിസ്റ്റം മൊത്തത്തിൽ മാറിയാൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ യുദ്ധം ചെയ്ത് കുറെ സാധാരണക്കാരെ കൊന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. എന്തായാലും ബാക്കിയൂടി കേട്ടോക്കാം. അവർ ഈ ഭീകരവാദികളെ ഇന്ത്യ കൊന്നപ്പോൾ പേടിച്ചോ? ഇന്ത്യ ഇവർ പേടിച്ചെന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെ പേടിച്ചെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ 15 പേരെ രാത്രി കൊല്ലാൻ പാകിസ്ഥാൻ എവിടുന്ന് ധൈര്യം കാണിക്കും? വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഘികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല, നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നുള്ള ഏറ്റവും ഉദാഹരണം തന്നെയാണ്. ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോ ഇന്ത്യയിലെ 15 സാധാരണക്കാരനെ രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവർ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കണം. 55 ഇഞ്ച് നെഞ്ചളവെന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വേറൊരു രാജ്യം പേടിക്കത്തില്ല. ഈ രാജ്യത്തിന്റെ നരേന്ദ്രമോദി പവർഫുൾ ആണെന്ന് പറഞ്ഞ് റീലുകൾ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ വേറൊരു രാജ്യം ഭയക്കത്തില്ല. അവൻ ഭയപ്പെടണമെങ്കിൽ, അവൻ ആ ഭയം ഉണ്ടാവണമെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ എതിർ രാജ്യം, നമ്മളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരു രാജ്യം ഭയപ്പെടണമെങ്കിൽ ആ തീരുമാനങ്ങൾ അത്ര പവർഫുൾ ആയിരിക്കണം. നമ്മൾ ഭീകരരെ അടിച്ചിട്ട് തിരിച്ചു വന്നു, അവൻ വീണ്ടും ഇവിടെ വന്ന് 15 സാധാരണക്കാരനെ കൊന്നു. അവിടെ കൊണ്ട് അവൻ നിർത്തിയോ? അവൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. അവൻ വീണ്ടും ഇന്ത്യ നിരന്തരം ആക്രമിച്ചു. ഇന്ത്യ IPL ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിർത്തിവെച്ചു. സാമ്പത്തികമായിട്ട് മറ്റൊരു വലിയ നഷ്ടമാണ് IPL പോലൊരു വലിയ മഹാമേള, വലിയ കായികമേള ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആരെ പേടിച്ചു? നമ്മൾ പാകിസ്ഥാനെ പേടിച്ചു. നമ്മൾ പാകിസ്ഥാനെ പേടിച്ചിട്ട് ഇവിടെ IPL നമ്മൾ നിർത്തിവെച്ചു. അവന്റെ പരിപാടി അവൻ അവിടെ അവസാനിപ്പിച്ചോ? ഇല്ല. അവൻ വീണ്ടും വന്നു. അവൻ വീണ്ടും ഷെല്ലാക്രമണം നടത്തി. എന്റെ പൊന്നഖിൽമാരാറ്, പാകിസ്ഥാനെ പേടിച്ചിട്ടല്ല IPL നിർത്തിവെച്ചത്. കളിക്കാരുടെയും കളി കാണാൻ വരുന്നവരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് IPL താൽക്കാലികമായി നിർത്തിവെച്ചത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി. സ്വന്തം രാജ്യത്തെ പൗരന്മാരോട് ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യം ഇങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ ഇത് പേടിയുടെയും ധൈര്യത്തിന്റെയും വിഷയമല്ല. അഖിൽമാരാറ് തൂറിയതും ഛർദ്ദിച്ചതും വരെ വേദവാക്യമായി കൊണ്ട് നടക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ഇവന്റെയൊക്കെ യഥാർത്ഥ നിലവാരം ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവനെ വലിയ തത്വികാചാര്യനായി കൊണ്ട് നടന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ സഹതാപം തോന്നും. ജോർജിന്റെ പണി എന്ന സിനിമയുടെ കഥയൊക്കെയാണ്
വെച്ചിട്ടാണ് ഇവർ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തെ കമ്പയർ ചെയ്യുന്നത്. ഇവന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട്, അതാണ് ഇവന്റെ ലൈൻ. നന്നായി സംസാരിക്കാൻ അറിയാവുന്നത് കൊണ്ട് മാത്രം ഒരാളും പറയുന്നത് മുഴുവൻ ശരിയാവണമെന്നില്ല എന്ന് ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണമെങ്കിൽ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാമായിരുന്നു. അതിനുള്ള എല്ലാ കാരണവും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരും നമ്മളെ കുറ്റം പറയില്ലായിരുന്നു. എന്നിട്ടും യുദ്ധം ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാകട്ടെ എന്ന് കരുതി വെടിനിർത്തൽ അംഗീകരിച്ച ഇന്ത്യൻ സർക്കാരിന്റെ നടപടിയെ പ്രശംസിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. നമ്മൾ പാകിസ്ഥാനെ പോലെ അതപ്പതിച്ചില്ലല്ലോ എന്നോർത്ത് നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യൻ പൗരന്മാരുടെ പ്രത്യേകിച്ച് യുദ്ധക്കെടുതി കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കാൻ സാധ്യതയുള്ള അതിർത്തി പ്രദേശത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആവണം ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിനെ അഭിനന്ദിച്ചാൽ മതിയാകും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.